ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC തിങ്സ്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ പോയി LGS ആയിട്ട് ജോയിൻ ചെയ്തിരുന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരുന്നു അത്. കാരണം കുറച്ച് മാസങ്ങളായി ഞാൻ ഭയങ്കര ഡെസ്പായിരുന്നു. കാരണം ഇത് ലാസ്റ്റ് ചാൻസാണ് എൻ്റെ. അപ്പോൾ ഇനിയൊരു എക്സാം എനിക്ക് എഴുതാൻ പറ്റില്ല. ഈ ഡിസംബറിൽ വിളിക്കുന്നത് ഒഴികെ പിന്നെ വേറെ ഒരൊറ്റ എക്സാമുകളും എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ എക്സാം നമ്മൾ വന്ന ലിസ്റ്റിൽ നിന്ന് ആളെ കിട്ടുമോ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയും ഇതൊക്കെ നിറഞ്ഞ കുറച്ച് മാസങ്ങളായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷൻ അടിച്ചുകൊണ്ട് നടന്ന ദിവസങ്ങളായിരുന്നു. പിന്നെ എൻ്റെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ഇതിൽ ബാക്കിൽ കുറച്ച് ആൾക്കാർ പ്രവർത്തിച്ച്, അതായത് വർക്ക് ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടും ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ നല്ലപോലെ സഹകരണം ഉണ്ടായിരുന്നു. അവർ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ 42 കൂടുതൽ ഒഴിവുകൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിലും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഈ ലാസ്റ്റ് നിമിഷത്തിൽ എനിക്ക് ജോലി കിട്ടി. അതുപോലെ തന്നെ ഇനി ഈ ലാസ്റ്റ് ചാൻസ് ആണെങ്കിൽ, എക്സാം എഴുതുന്ന ലാസ്റ്റ് ചാൻസാണ് ഏജ് ആയവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും തളർന്നിരിക്കരുത്. ഇവരെ കിട്ടിയില്ലല്ലോ പറഞ്ഞ് ഒരിക്കലും തളർന്നിരിക്കരുത്. നിങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ ജോലി കിട്ടും. നമ്മുടെ കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും ഡിസംബറിൽ വിളിച്ചാൽ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ എക്സാം ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചാൻസ് അത് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ അതിനു വേണ്ടി നന്നായി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. വിജയിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലാണെങ്കിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു. അവിടുത്തെ നല്ലൊരു ആൾക്കാർ, അവിടെ സ്റ്റാഫുകളാണെങ്കിലും അവരെ കൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല, നല്ല സ്റ്റാഫാണ്. എനിക്കന്ന് എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും യൂട്യൂബ് ഷോർട്സിലൊക്കെ ഇങ്ങനെ വിജയിച്ച ആൾക്കാരുടെ, ജോലി കിട്ടിയ ആൾക്കാരുടെയൊക്കെ കാണുമ്പോൾ എനിക്കും അതുപോലെ ഇടണം, സ്റ്റാറ്റസ് ഇടണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അതിനുശേഷമുള്ള ദിവസങ്ങളിലും ഞാൻ വിചാരിച്ചു ഒരു ഫോട്ടോയെങ്കിലും എടുക്കണം, അത് ഇടണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ അതിലല്ലോ കാര്യം എന്ന് വിചാരിച്ച് ഞാൻ ആശ്വസിച്ചു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും നല്ലപോലെ പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും. ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറഞ്ഞിട്ട് തളർന്നിരിക്കരുത്. ഒരിക്കലും തളർന്നിരുന്ന നമ്മുടെ സമയം മാത്രമാണ് നഷ്ടമായത്. വേറെ ആർക്കും ഒന്നും നഷ്ടമാവാനില്ല. നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങളാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ആത്മാർത്ഥമായി പരിശ്രമിക്കൂ. വിജയം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഈ ഒരു ചാൻസ്, ഈ കമ്പനി ബോർഡ് LGS എന്നൊരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ റാങ്ക് നേടാൻ എങ്ങനെ പഠിക്കും എന്നുള്ളൊരു വീഡിയോയിൽ ടൈം ടേബിളൊക്കെ കമൻസിൽ ടൈം ടേബിളിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് എടുത്ത് പഠിച്ചു നോക്കൂ. അത് 66 ദിവസം കൊണ്ട് ടോപ്പിക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ സിലബസ്, ടോപ്പിക്ക് അതിൻ്റെ ഇതൊക്കെ സാറിട്ടിരിക്കുന്നത്. ഞാനല്ല, വേറൊരു സാറിൻ്റെ നിന്നാണ് ഞാനത് എടുത്തത്. അപ്പോൾ ഇട്ടിട്ടുണ്ട്. അത് നല്ല കുഴപ്പമില്ലാത്തൊരു ടൈം ടേബിളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്കത് പറ്റുമെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കൂ. പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ ശ്രമിക്കൂ. ഇപ്പോഴെല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ആ പഠനം അങ്ങനെ തന്നെ പോട്ടെ. ഒരിക്കലും സമയം വേസ്റ്റ് ചെയ്യരുത്. PYQ ആണെങ്കിലും എല്ലാം ചെയ്ത് പഠിക്കുക. നല്ലപോലെ മാർക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ PYQ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ദിവസം പോലും മിസ്സാക്കാതെ അത് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇന്നും പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.